ഹായ് ഓൾ, വെൽക്കം ടു വിനൂസ് ഇന്ത്യൻ ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന സെന്റൻസുകൾ നമ്മൾ സാധാരണയായിട്ട് സംസാരിക്കുന്ന കുറച്ച് സെന്റൻസുകളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഒരാൾ ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ അയൽവക്കക്കാരോടോ അപ്പുറത്തോ ഇപ്പുറത്തോ ആരോടെങ്കിലും കേട്ട് ചോദിക്കുകയാണ്, ജോലി കഴിഞ്ഞോ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ല. ജോലി കഴിഞ്ഞോ എന്ന് ചോദിക്കുക. ഇവിടെ ജോലിനെ പറയുന്നത് കാം എന്നാട്ടോ. അപ്പൊ കാം ഖതം ഹോ ഗയാ ക്യാ എന്ന് ചോദിക്കാം. ഖതം ഹോ ഗയ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു എന്നാണ്. അപ്പൊ ഇവിടെ ക്യാ വെച്ച് ചോദിക്കുമ്പോ കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നതാ. കാം ഖതം ഹോ ഗയ എന്ന് ചോദിച്ചാൽ മതി. അവിടെ ക്യാ വെക്കണം അത്ര നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ടോണിൽ ചോദിച്ചാൽ മതി. കാം ഖതം ഹോ ഗയ ക്യാ, ജോലി കഴിഞ്ഞോ. അതല്ലെങ്കിൽ കാം ഹോ ഗയ, അവിടെ ഖതം എന്നുള്ള വേർഡ് യൂസ് ചെയ്തില്ലെങ്കിലും കഴിഞ്ഞോ എന്ന് ചോദിക്കാനായിട്ട് ഹോ ഗയ മാത്രം പറഞ്ഞാൽ മതി. കാം ഹോ ഗയ, ജോലി കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നതാ. ക്ലിയർ ആയോ? അപ്പൊ മറുപടി എന്താ? കഴിഞ്ഞു എന്ന് പറയാം അല്ലെ. കഴിഞ്ഞു എന്ന് പറയാൻ ഹാ ഹോ ഗയ, കഴിഞ്ഞു എന്ന് പറയുന്ന ഹാ ഹോ ഗയ അല്ലെങ്കിൽ ഖതം ഹോ ഗയ എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കിയോ എന്ന്, ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കല്ലേ. ഉച്ച സമയമൊക്കെ ആവുമ്പോ അവിടെ ഖന ബനായ ക്യാ എന്ന് ചോദിക്കുക. ബനാന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. അപ്പൊ ഖന ബനായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കിയോന്നാ. അതുപോലെ തന്നെ ചോദിക്കും അല്ലെ, എന്താ ഉണ്ടാക്കിയേ, എന്താ ഉണ്ടാക്കിയെന്ന് എങ്ങനെ ചോദിക്കുക? ക്യാ ബനായ ഹെ, ക്യാ ബനായ എന്ന് ചോദിക്കാം കേട്ടോ. ക്യാ ബനായ എന്ന് വെച്ചാൽ എന്താണ് ഉണ്ടാക്കിയതെന്നാണ്. ഇപ്പൊ നമ്മൾ ചോദിക്കത്തില്ലയോ, ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്? നാഷ്തമേ ക്യാ ഹേ എന്ന് ചോദിക്കാം. നാഷ്തമേ ക്യാ ഹേ, നാഷ്ത എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് എന്ന് ചോദിക്കുന്ന നാഷ്തമേ ക്യാ ഹേ. അതുപോലെ ഭക്ഷണത്തിന് എന്താണ് എങ്ങനെയാണ്? ഖാനേമേ ക്യാ ഹേ എന്നാണ്. ഖാനേമേ ക്യാ ഹേ, ഭക്ഷണത്തിന് എന്താണ് എന്ന് ചോദിക്കുന്ന അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അങ്ങനെയാണ് അത് ചോദിക്കുക, ആ സെന്റൻസ്. ഓക്കെ, ഇനിയിപ്പോ ഒരു നോർമൽ ടോക്ക് പറയുകയാണെങ്കിൽ, നാളെ നീ മീറ്റിങ്ങിന് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാന്ന് വിചാരിക്കാം. നാളെ മീറ്റിങ്ങോ ഫംഗ്ഷനോ എന്തും ആയിക്കോട്ടെ, ഇതിപ്പോ അമ്പലത്തിലോ എവിടെയെങ്കിലും, നാളെ നീ അവിടെ പോകുന്നുണ്ടോ എന്ന് ഇനി ചോദിക്കാം. കൽ ആപ് മീറ്റിംഗ് മേ ജാ രേ ക്യാ, അല്ലെങ്കിൽ കൽ ആപ് മന്ദിർ മേ ജാ രേ എന്ന് ചോദിച്ചാൽ മതി. ഇവിടെ ജാ രഹേ ഹോ ക്യാ എന്നാണ്. പക്ഷെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചോദിക്കുമ്പോ കൽ ജാ രേ ക്യാ, കൽ ജാ രേ ക്യാ, നാളെ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന, അങ്ങനെയാണ് ഷോർട്ടായിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ പറയണേ പോകണം, നാളെ പോകണം. ജാനാ ഹെ, പോകണം എന്ന് പറയുന്നതാ കേട്ടോ. ജാനാ ഹെ, പോകണം. അപ്പൊ മറ്റേ ആള് പറയാട്ടോ, ഞാനും കൂടെ വരുന്നുണ്ട്, പോകണ സമയത്ത് എന്നെ കൂടെ വിളിക്കണം. നമ്മൾ പറയത്തില്ലേ, എന്നെ പറയാ, ഞാനും കൂടെ വരുന്നുണ്ട്. മേ ബി ആരാവും, മേ ബി ആരഹാഹും, ഞാനും കൂടെ വരുന്നുണ്ട്, പോകുന്ന സമയത്ത് എന്നെ കൂടെ വിളിക്കണം. എങ്ങനെ പറയാ? പോകുന്ന സമയത്ത് ജാത്തെ വക്ത്. ഇവിടെ വക്ത് എന്ന് പറയുന്നത് ടൈമിനെ കേട്ടോ. അപ്പൊ ജാത്തെ വക്ത്, പോകുന്ന സമയത്ത് മുജേ ബി, എന്നെയും കൂടെ എന്ന് പറയാൻ അവിടെ ബി യൂസ് ചെയ്യാം. ഓക്കെ, മുജേ ബി, എന്നെയും കൂടെ ബുലാനാ ഹെ, വിളിക്കണം. ക്ലിയർ ആയോ? ജാത്തെ വക്ത് മുജേ ബി ബുലാനാ ഹെ, പോകുന്ന സമയത്ത് എന്നെയും കൂടി വിളിക്കണം. ഓക്കെ, അപ്പൊ ആള് പറയാണ് ടീക്ക്, ശരി എന്ന് പറയുന്ന. എന്നിട്ട് നമ്മൾ ചോദിക്കല്ലേ, എപ്പോഴാണ് പോകേണ്ടത്, എപ്പോഴാണ് പോകേണ്ടത്. അവിടെ എപ്പോൾ എന്നുള്ള വേർഡാണ് കബ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ വേർഡാണ് കബ് ജാനാ ഹെ, എപ്പോൾ പോകണം എന്ന് ചോദിക്കുന്ന. അപ്പൊ പറയണേ രാവിലെ ഒരു 10 മണിക്ക് പോകാം, രാവിലെ 10 മണിക്ക് പോകാം. എങ്ങനെ പറയാ? സുബഹ് 10 ബജെ ജായേങ്കെ, രണ്ടുപേരും കൂടിയിട്ടല്ലേ. അവിടെയാണ് സുബഹ് 10 ബജെ ജായേങ്കെ എന്ന് പറയുന്നത്. ഓക്കെ, രാവിലെ 10 മണിക്ക് പോകാം. സുബഹ്, സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ, 10 ബജെ ജായേങ്കെ, 10 മണിക്ക് പോകാം. അപ്പൊ പറയാണ് എന്നാ ശരി, നാളെ കാണാം. എങ്ങനെ പറയാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു അല്ലെ. എന്നാ ശരി എന്താണ്? ടീക്കെ ഫിർ, ടീക്കെ ഫിർ കൽ മിലേങ്കെ, ടീക്കെ ഫിർ കൽ മിലേങ്കെ. അങ്ങനെ നെക്സ്റ്റ് ഡേ, ഇപ്പൊ അടുത്തൊക്കെ തന്നെ ആയിരിക്കാം, ആള് വിളിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ എടുത്ത് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ. നമുക്കൊക്കെ അനുഭവം ഉണ്ട്. നമ്മളോട് നാളെ എന്നെ വിളിക്കാൻ മറക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടും നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ ഫോൺ എടുക്കുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ പറയല്ലേ, എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചു, എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചു, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഞാൻ നിന്നെ ഫോൺ ചെയ്തു, നീ എടുത്തില്ല എന്നൊക്കെയുള്ള സെന്റൻസുകൾ പറയത്തില്ലേ. അവിടെ എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചു എന്ന് പറയാനായിട്ട് കിത്തനി ബാർ മേനെ തുമേ ബുലായ, കിത്തനി ബാർ മേനെ തുമേ ബുലായ,
എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചു എന്ന് പറയുന്ന മേനെ. അവിടെ ഒരു നേടെ ഒരു പ്രയോഗം ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ സീരീസിൽ 30 ഡേയ്സ് സീരീസിൽ മെമ്പേഴ്സ് ഓൺലിയിൽ ഞാനൊരു 30 ഡേയ്സ് സീരീസ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതില് ഇനി പ്രാക്ടീസ് ക്ലാസ്സുകളാണ് അതിലുള്ളത്. അപ്പൊ അതിന് നമ്മൾ ഓർഡർ ആയിട്ട് ഈ നേടെ പ്രയോഗം ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ സെന്റൻസുകൾക്ക് മാത്രമാണ് പ്രയോറിറ്റി എടുക്കണേ, എന്നാലും പറഞ്ഞു എന്നുള്ളൂ. മേനെ എന്നുള്ളൊരു പ്രയോഗം വരുന്നുണ്ട് ഇതിൽ. ഓക്കെ, അവിടെ മേ എന്ന് പറഞ്ഞാലും പ്രോബ്ലം ഒന്നുമില്ല. എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചു, അവിടെ ഞാനെന്ന് പറയാൻ മേനെ പറഞ്ഞില്ല, മേ പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഓക്കെ, അത്രമാത്രം മനസ്സിലാക്കുക. ഓക്കെ, കിത്നി ബാർ മേനെ തുമേ ബുലായ, ഞാൻ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചു, അല്ലെങ്കിൽ തുമേ കോൾ കിയ, ഫോൺ ചെയ്തു എന്ന് പറയുന്നത് കേട്ടോ. മേനെ തുമേ കോൾ കിയ. കിത്തനി ബാർ മേനെ തുമേ കോൾ കിയ, എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിച്ചു. തുമ്നെ നഹി ഉട്ടായ, ഫോൺ ആണെങ്കിൽ ഉട്ടാന എന്നാ പറയാ, അവിടെ എടുക്കുക എന്നുള്ള അർത്ഥത്തില കേട്ടോ. തുമ്നെ നഹി ഉട്ടായ എന്ന് പറഞ്ഞ എന്താണ്, നീ എടുത്തില്ല എന്ന് പറയുന്ന. അതല്ലെങ്കിൽ വിളിക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കുക ചെയ്യുക അല്ലെ. അവിടെ നീ കേട്ടില്ല എന്നാണെങ്കിലോ തുമ്നെ നഹി സുന. ഇവിടെ ഒക്കെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഡൗട്ട് വരും, ഈ തുമ്മിന്റെ കൂടെ നേ പ്രയോഗിക്കുന്നത് എന്ത്, തും നഹി സുന എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ തും നഹി ഉട്ടായ എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ മേനെ തുമേ ഫോൺ കിയാന്ന് പറഞ്ഞു, അവിടെ മേ പറഞ്ഞാൽ പോരെ. ഇതിലൊക്കെ ഒരു നേ പ്രയോഗം വരുന്നുണ്ട്. അത് അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ പാസ്റ്റിലാണ് ഈ നേ കൂട്ടി പറയുന്ന ഒരു കുട്ടി ഗ്രാമറാണ്. അപ്പൊ അത് സംസാരിക്കുന്ന സമയത്ത് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. തും നഹി ഉട്ടായ എന്ന് പറഞ്ഞാലും കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും അല്ലെ, നീ എടുത്തില്ല എന്നാ പറയുന്നതെന്ന്. അപ്പൊ അത് അത്ര ടെൻഷൻ അടിക്കണ്ട. പക്ഷെ ആ സെന്റൻസ് പറയുമ്പോൾ നമുക്ക് ഗ്രാമർപരമായിട്ട് തന്നെ പറഞ്ഞു പോകണം, അതുകൊണ്ടാട്ടോ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ വ്യക്തി പറയാണ് സോറി ഞാൻ കേട്ടില്ല. സോറി ഞാൻ കേട്ടില്ല എങ്ങനെ പറയാ, സോറി ഞാൻ ഇപ്പൊ സോറി തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, സോറി മെനെ നഹി സുന, ഞാൻ കേട്ടില്ല എന്ന് പറയുന്ന. അവിടെ നഹി സുന, സുന്ന എന്ന് പറഞ്ഞാൽ കേൾക്കുക, അതിന്റെ പാസ്റ്റ് ഫോം ആട്ടോ സുന എന്ന് പറയുന്നത്. മെനെ നഹി സുന, ഞാൻ കേട്ടില്ല എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെ പോകും. ഇപ്പൊ രണ്ട് ലേഡീസ് ആയിട്ടുള്ള ഒരു സംസാരമായിട്ടാണ് ഇത് വരുന്നത് അല്ലെ. അപ്പൊ ആ വ്യക്തി ചോദിക്കുകയാണ് എങ്ങനെ പോകും. ഏതെങ്കിലും ചോദിക്കുക, കേസെ ജായെങ്കെ, കേസെ ജായെങ്കെ, എങ്ങനെ പോകും എന്ന് ചോദിക്കുന്ന. അപ്പൊ ആള് പറയാണ് ഇപ്പൊ ബസ് പോയിട്ടുണ്ടാവും, ബസ് പോയിട്ടുണ്ടാവും. ബസ് ചലി ഗയി ഹോഗി, ബസ് ചലി ഗയി ഹോഗി. ഇവിടെ ചലി പറഞ്ഞില്ലെങ്കിലും ഗയി ഹോഗി എന്ന് പറഞ്ഞാലും ഇതാണ് കേട്ടോ, ബസ് പോയിട്ടുണ്ടാവും എന്നാണ്. പക്ഷെ ഒരു ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെന്റൻസ് പറയാം, ബസ് ചലി ഗയി ഹോഗി. അപ്പൊ ബസ് പോയി എന്ന് പറയാൻ എങ്ങനെയാ, ബസ് ചലി ഗയി. മനസ്സിലായോ, ബസ് പോയി, ബസ് ചലി ഗയി. ഇവിടെ ബസ് ചലി ഗയി ഹോഗി എന്ന് പറയുന്നത് ഒരു എക്സ്പെക്ടേഷൻ, ഒരു പ്രതീക്ഷയാണ്, ഇപ്പൊ പോയിട്ടുണ്ടാവും, ചാൻസ് പറയുന്നതാ. അതിനാണ് ഇവിടെ ഹോഗ, ഹോഗെ, ഹോഗി. ഈ ഒരു ഇതില് മൂന്നിന്റെ അർത്ഥം ഒന്നാണ്. ഇവിടെ ബസ് എന്നുള്ള വേർഡ് സ്ത്രീലിംഗം ആയതുകൊണ്ട് നമ്മൾ ഹോഗി വെച്ചു, എത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ബസ് ചലി ഗയി ഹോഗി, ബസ് പോയിട്ടുണ്ടാവും. ഒരു ഓട്ടോ വിളിക്കാന്ന് പറയില്ല. അപ്പൊ നമ്മള് ഓട്ടോ വിളിക്കാം, ഓട്ടോ ബുലായെങ്കെ, ഓട്ടോ ബുലായെങ്കെ, ഓട്ടോ വിളിക്കാം എന്ന് പറയുന്നതാ. അങ്ങനെ നമ്മളൊരു ഓട്ടോ വിളിക്കുന്നു, അതിൽ നമ്മൾ പറയല്ലേ ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറയല്ലേ. അപ്പൊ ആ സ്ഥലത്തിന്റെ പേര് ഇപ്പൊ ഒരു അമ്പലം ആയിക്കോട്ടെ, ഒരു ഹാൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മീറ്റിങ്ങിനാണെങ്കിൽ എന്തിനായാലും അവിടേക്ക് പോണം എന്ന് പറയുമ്പോ വഹാം ജാനാഹെ. ആ വഹാമിന്റെ അവിടെ മന്ദിറോ അല്ലെങ്കിൽ ഹാളോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നു, അത്രേ ഉള്ളൂ. ഭയ്യ വഹാം ജാനാഹെ, അവിടേക്ക് പോകണം എന്ന് പറയുന്ന. അങ്ങനെ ഇപ്പൊ നമുക്ക് ആ ഒരു സ്ഥലം എത്തി. അപ്പൊ നമ്മൾ പറയാണ് പുള്ളിക്ക് അറിയുന്നില്ല, പുള്ളി അങ്ങനെ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയല്ലേ ഇവിടെ നിർത്തൂ, വണ്ടി ഇവിടെ നിർത്തൂ എന്ന് പറയണം അല്ലെ. അങ്ങനെ പറയാനായിട്ട് ഘാടി യഹി റോക്കോ എന്ന് പറയാം. ഇവിടെ റോക്കന എന്ന് പറഞ്ഞ നിർത്തുക, രുക്കന എന്ന് പറഞ്ഞ നിൽക്കുക. നമ്മളിപ്പോ ഒരാളോട് പറയാണ് ഒന്ന് നിൽക്കൂ എന്ന് പറയില്ലേ, ജറ രുക്കോ എന്നാ പറയാം, ജറ രുക്കോ. അവിടെ ജറ എന്നുള്ള വേർഡ് നമ്മളൊന്ന് ഒരു റിക്വസ്റ്റ് രൂപത്തിൽ പറയില്ലേ, ഒന്ന് നിൽക്കൂ. അവിടെ നിൽക്കൂ എന്ന് പറയാനായിട്ട് രുക്കോ എന്ന് പറഞ്ഞാൽ മതി. ആ രുക്കനയുടെ ഓ സൗണ്ട്, രുക്കോ. മനസ്സിലായ? ഇത് റോക്കനയുടെ ഓ സൗണ്ട്. ഓ സൗണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? രുക്കോ ഓ, രോക്കോ ഓ, അതാണ് ഈ ഓ സൗണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി അറ്റൻഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. ഈ ഓ സൗണ്ട് എന്താണ്, അല്ലെങ്കിൽ നം സൗണ്ട് എന്താണ്, ഇതൊക്കെ പഠിക്കാനുള്ള എളുപ്പ വഴികൾ പറയുന്ന കേട്ടോ. ഇതെല്ലാം തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പില് ക്ലാസ്സുകളിൽ ഞാൻ പറയുന്നുണ്ട്. ഓർഡർ ആയിട്ട് നമുക്ക് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ബയ്യ യഹീം, ഗാഡി യഹീം റോക്കോ, അല്ലെങ്കിൽ ഇവിടെ യഹീം എന്ന് പറയുന്നിടത്ത് യഹാം എന്നും പറയാം, ഇവിടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ഗാഡി യഹീം റോക്കോ എന്ന് പറഞ്ഞാൽ വണ്ടി ഇവിടെ നിർത്തൂ എന്ന് പറയുന്ന.
എന്നിട്ട് ചോദിക്കണം അല്ലെ, എത്രയായി എന്നാണ് നമ്മൾ ചോദിക്കുക. എത്രയായി എങ്ങനെയാ? കിത്തനെ ഹുയെ, കിത്തനെ ഹുയെ, കിത്തന ഹുവ എന്നൊക്കെ ചോദിക്കാം. ഇതിനൊക്കെ അർത്ഥം എത്രയായി എന്ന് ചോദിക്കുന്ന. അപ്പൊ അദ്ദേഹം പറയാണ് 100 രൂപ. 100 രൂപ എന്ന് ഹിന്ദിക്കാര് പറയുന്നത് സൗ എന്നാട്ടോ. സൗ. ഓക്കെ, സൗ എന്ന് പറഞ്ഞാൽ 100, ദോസോ എന്ന് പറഞ്ഞാൽ 200. കേൾക്കുമ്പോ സോ എന്നേ കേൾക്കുള്ളൂ കേട്ടോ. ദോസോ, സോ, ദോസോ, 300, 400, 500 ഇങ്ങനെയാണ് 1 2 3 100, 200, 300, 400 പറയുന്നത്. റൗണ്ട് ഫിഗേഴ്സ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ് ഒരു മീറ്റിംഗ് അല്ലേ, അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ പറയാണ് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ ചോദിക്കുമല്ലോ, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കത്തില്ല. അവിടെ ഇനി ചോദിക്കുക അരമണിക്കൂർ. മണിക്കൂറിനെ പറയുന്നത് ഘണ്ട എന്നാണ്. ഇവിടെ അരമണിക്കൂർ, ആധാ ഘണ്ട. ഓക്കെ, ഒരു ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ, എന്താണ് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്തസാർ കർണ. ഭയ്യ ആധേ ഘണ്ടെ ഇന്തസാർ കർ സക്തേ ഹോ, ആപ് ആധേ ഘണ്ടെ ഇന്തസാർ കർ സക്തേ ഹോ. താങ്കൾക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന. അപ്പോൾ ഹാ ടീക്ക് ജൽദി ആനാ ഹെ എന്ന് പറയാം അല്ലെ. എന്താ പറഞ്ഞേ? ജൽദി ആനാ ഹെ, വേഗം വരണം എന്ന് പറയുന്ന. ഓക്കെ, അങ്ങനെ ഇപ്പൊ നമ്മൾ നല്ലൊരു സ്ഥലത്തേക്ക് ആണെങ്കിൽ പോയെങ്കിൽ നമ്മൾ നോർമലി പറയല്ലേ, ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ ഞാൻ ഈ ഒരു വേർഡ് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞത്. ഈ സ്ഥലം കാണാനൊരു ഭംഗി. ഇപ്പൊ വേഗം വരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ സ്ഥലത്തിന്റെ ഭംഗിയൊന്നും ആസ്വദിക്കില്ല. കാര്യം കഴിഞ്ഞ് വേഗം തിരിച്ചു വന്ന് ഓട്ടോയിൽ തിരിച്ച് വീട്ടിൽ പോവാ അല്ലെ. പക്ഷെ ഈ ഒരു സെന്റൻസ് കൂടി പറഞ്ഞാൽ 1 2 പുതിയ വേർഡ്സ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയാൻ ഇവിടെ സ്ഥലം എന്ന് പറയുന്നത് ജഗഹ് എന്നാണ് ഹിന്ദിയിൽ സ്ഥലത്തിന് പറയുന്നത്. ഈ ജഗഹ് ദിക്കനേമേ, കാണാൻ എന്നുള്ള അർത്ഥത്തില്ല കേട്ടോ. ദിക്കനേമേ ബഹുത് അച്ഛാ ലഗ് രഹാ. ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്ന. ഈ ജഗഹ് ദിക്കനേമേ ബഹുത് അച്ഛാ ലഗ് രഹാ. ഈ ജഗഹ് ദിക്കനേമേ ബഹുത് അച്ഛാ ലഗ് രഹാ. ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ സ്ഥലമല്ല, നമ്മൾ ഇങ്ങനെ പറയില്ലേ മലയാളത്തില്, ഈ പ്രദേശം എന്ന് പറയില്ലേ. അവിടെ പ്രദേശം എന്ന് പറയാൻ ഇലാക്ക എന്നാ പറയാ. ഇലാക്ക മനസ്സിലാവുന്നുണ്ടോ? യേ ഇലാക്ക അല്ലെങ്കിൽ യഹ് ജഗഹ്. ഇതാണ് ഈ സ്ഥലവും പ്രദേശവും തമ്മിലുള്ള ഡിഫറൻസ്. അത് പറയാനാണ് ഈ ഒരു സെന്റൻസ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ കൂടെയുള്ള പറയാണ് വേഗം വായോ, വേഗം തിരിച്ചു വരേണ്ടതാണ് എന്ന് പറയാം അല്ലെ. അതെങ്ങനെ പറയാ? ജൽദി ചലോ, ജൽദി ചലോ, ജൽദി വാപ്പസ് ആനാ ഹെ. ജൽദി ചലോ, വാപ്പസ് ജൽദി ആനാ ഹെ. തിരിച്ചു വേഗം വരണം. അവിടെ വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ച്, ജൽദി ആനാ ഹെ വേഗം വരണം. ഓക്കെ, ഇപ്പൊ ഏകദേശം ഒരു 10 25 സെന്റൻസ് കറക്റ്റ് ആയില്ലേ? അപ്പൊ ഇത്രയും മതി. നോർമലായിട്ട് നമ്മൾ സംസാരിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, എനിക്ക് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്, ഹിന്ദി കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, സംസാരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് പോരുന്നില്ല എന്നുള്ളത് അല്ലെ. ഒത്തിരി കമന്റ്സ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതുകൊണ്ടാണ് ഞാൻ അതിന് റിപ്ലൈ തരാത്തത്. ഒന്ന് ഫ്രീ ആവുമ്പോൾ ഇരുന്ന് വോയിസ് റിപ്ലൈ തരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രശ്നം വേറെ ഒന്നുമല്ല, നമ്മുടെ നാവിന് ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ, പറഞ്ഞ് സംസാരിച്ച് ആ ഒരു ഫ്ലോ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഭയം ഉള്ളിലുള്ളത്. അപ്പൊ ആ ഫ്ലോ നമ്മൾ ആദ്യം വരുത്തേണ്ടത് മറ്റുള്ളവരോട് സംസാരിച്ചിട്ടല്ല, നമ്മൾ സ്വയം തന്നെ സംസാരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇപ്പൊ കുറെ സെന്റൻസുകൾ ഞാൻ പറയുന്നില്ലേ, അപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ടെന്ന് വിചാരിക്കുക, ആളോട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ആ ആള് മറുപടി പറയണ പോലെ തിരിച്ച് മറുപടി പറയാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു ദിവസം എല്ലാ സെന്റൻസും സംസാരിച്ചൊന്നും പഠിക്കണ്ട. ഒരു 3 സെന്റൻസ്, 3 2 ഇനി ഒരു സെന്റൻസ് തന്നെയാണെങ്കിലും ആ ഒരു സെന്റൻസ് നമ്മൾ അങ്ങോട്ട് ചുമ്മാ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം നമ്മുടെ നാവുകൊണ്ട്. ആ നാവിനുള്ള ഫ്ലുവൻസിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയാൻ കാര്യം. വേറെ ഒന്നല്ല, ഞാൻ അങ്ങനെയാ പഠിച്ചത്. കാരണം ഹിന്ദിക്കാരുടെ ഇടയിൽ കിടന്നിട്ടാണ് പഠിച്ചതെങ്കിൽ പോലും അവര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് തിരിച്ചു പറയാനൊന്നും അറിയത്തില്ല. ആ സമയത്ത് അവരിൽ നിന്ന് കിട്ടുന്ന, ഞാൻ ഒരിക്കലും ഒരു ബുക്ക് നോക്കിയിട്ടോ, ഈവൻ അന്നൊന്നും യൂട്യൂബിലൊന്നും അത്ര പ്രസക്തിയില്ല, ആ സമയത്ത് ഒരാളും പഠിപ്പിച്ചിട്ടൊന്നുമല്ല. ഇവര് പറയുന്ന ഓരോ വാക്കുകൾ അല്ലെങ്കിൽ ഓരോ സെന്റൻസുകളൊക്കെ ചിലപ്പോൾ കിട്ടും ഒരു ദിവസം. ആ സെന്റൻസ് വന്നിട്ട് അതാണ് മേ ഖാന ബനാറി, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, മേ ഖാന ബനാറി. ഒരാളോട് പറയുന്ന പോലെ ആ ഒരു ഫ്ലോ നമ്മൾ പറഞ്ഞു പഠിക്കുന്ന. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് കുറച്ച് ഫ്ലോ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ സംസാരിക്കാനായിട്ട് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമുക്ക് കുറച്ചൊക്കെ നമുക്ക് വഴങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരോട് അറിയുന്ന 2 3 പൊട്ടത്തെറ്റുകളൊക്കെ നമ്മൾ പറയാൻ തുടങ്ങും. അതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യണം. കുറെ കാര്യങ്ങളെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് പ്രാക്ടീസിലാണ് കൂടുതലായിട്ട്. നിങ്ങൾ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നവര് എല്ലാ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കേണ്ട, വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. ആ കുറച്ച് കാര്യങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വെളിയിൽ നിന്നും കൂടുതൽ അറിവുകൾ കിട്ടുന്നത്, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നത്.
അത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഞാൻ എന്നും പറഞ്ഞ പോലെ തന്നെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ നമ്മുടെ ഒരു 30 days ചലഞ്ച് ഇപ്പോൾ ഓർഡർ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അതിൽ പ്രാക്ടീസ് ക്ലാസ്സുകളാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അതിലൊരു ജോയിൻ ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 59 റുപ്പീസിന്റെ സിൽവർ ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 59 റുപ്പീസിന്റെ സിൽവർ ഓപ്ഷനിലാണ് സ്പോക്കൺ ഹിന്ദി ഉള്ളത്. ഓക്കെ, അപ്പൊ എന്നും പറഞ്ഞപ്പോൾ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കൂടാതെ തന്നെ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നു പോകരുത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.